തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഏകദന്തം മഹാകായം ഏകദന്തം മഹാകായം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം പുണ്യനദിയായ പമ്പയുടെ തീരത്ത് സൗഹൃദത്തിൻ്റെയും സംസ്കൃതിയുടെയും മികവാർന്ന പ്രതീകമായി തലയുയർത്തി നിൽക്കുകയാണ് ആറന്മുള. തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും തിരുവോണത്തോണിയും ഉത്രട്ടാതി വള്ളംകളിയും വള്ളസദ്യയും വഞ്ചിപ്പാട്ടുകളും ലോഹക്കണ്ണാടിയും കാവുകളും പടയണിയുമൊക്കെ ചേർന്ന ആറന്മുള എന്ന സാംസ്കാരിക പൈതൃക ഭൂമി ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര സംഘടനയായ യുനെസ്കോയുടെ പട്ടികയനുസരിച്ച് ഇന്ത്യയിലെ 4 പൈതൃക ഗ്രാമങ്ങളിലൊന്നാണ് ആറന്മുള. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കാർഷിക വിളഭൂമിയായിരുന്നു ആറന്മുള എന്ന് ഇന്നറിയപ്പെടുന്ന ആറന്വിളൈ. ആറിൻ്റെ തീരത്തെ വിളഭൂമി എന്നാണ് അർത്ഥം. ആറന്മുള ദേശത്തിൻ്റെ 90% ഭൂമിയും കൃഷിക്കുപയോഗിച്ചിരുന്നു. പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുൻപിലുള്ള പുത്തരിയാലിൻ്റെ ചുവട്ടിലായിരുന്നു വിളവെടുപ്പിന് ശേഷം കൃഷിവിഭവങ്ങൾ ആദ്യം എത്തിച്ചിരുന്നത്. ക്ഷേത്രാവശ്യങ്ങൾക്ക് ശേഷമുള്ളത് ആറന്മുളക്കാർക്കായി പങ്കുവെക്കുന്നതായിരുന്നത്രേ പതിവ്. കേരളോൽപ്പത്തി കഥയിലെ കേരളം ഗോകർണം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പ്രദേശമാണ്. പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ച 32 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു ആറന്മുള. ക്ഷേത്ര കേന്ദ്രിതമായിരുന്നു ബ്രാഹ്മണ ഗ്രാമങ്ങളെല്ലാം. ആറന്മുള ക്ഷേത്ര സങ്കേത പരിധിയിലായിരുന്നു പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന 5 ക്ഷേത്രങ്ങൾ. അജ്ഞാതവാസം തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി പാണ്ഡവന്മാർ തങ്ങളുടെ തേവാരബിംബങ്ങൾ ഓരോ ദിവ്യപ്രദേശങ്ങളിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ധർമ്മപുത്രരുടെ തേവാരബിംബമാണ് തൃച്ചിറ്റാറ്റ് ക്ഷേത്രത്തിലുള്ളത്. തൃപ്പുലിയൂർ ക്ഷേത്രത്തിലെ ഭീമസേനന്റെ പ്രതിഷ്ഠ മായപ്പിരാൻ എന്നറിയപ്പെടുന്നു. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ അർജുനനു കാട്ടിക്കൊടുത്ത വിശ്വരൂപമാണ് തിരുവാറന്മുള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് വിശ്വാസം. നകുലന്റെ ക്ഷേത്രം തിരുവൻവണ്ടൂരിലാണ്. ഇവിടത്തെ മഹാവിഷ്ണു പാമ്പണയ്യപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. സഹദേവന്റെ തൃക്കൊടിത്താന ക്ഷേത്രത്തിലെ മഹാവിഷ്ണു അത്ഭുത നാരായണൻ എന്നും അറിയപ്പെടുന്നു. മഹാവിഷ്ണു ആരാധനാമൂർത്തിയായിട്ടുള്ള ഈ 5 ക്ഷേത്രങ്ങളുടെയും ശ്രീകോവിൽ വൃത്താകൃതിയിലുള്ളതാണ്. ഉയരത്തിലുള്ള കൊടിമരങ്ങളാണ് ഈ ക്ഷേത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത. പാർത്ഥസാരഥിയായ അർജുനന്റെ തേവാരബിംബം ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ടത് നിലയ്ക്കലാണെന്നും പിന്നീട് ക്ഷേത്രവിഗ്രഹം 6 മുളകെട്ടിയ ചങ്ങാടത്തിൽ പമ്പയിലൂടെ ഇവിടെ എത്തിച്ചുവെന്നും ചങ്ങാടം വന്നടുത്തത് ഇടയാറന്മുളയ്ക്ക് സമീപം തീ കാഞ്ഞുകൊണ്ടിരുന്ന വിഷ്ണുഭക്തയായ ഒരു മുത്തശ്ശിയുടെ മാടത്തിലായിരുന്നുവെന്നുമാണ് ഐതിഹ്യം. 6 മുളകെട്ടിയ ചങ്ങാടത്തിൽ വിഗ്രഹം വന്നെത്തിയ സ്ഥലം ആറന്മുള എന്നും വെളിച്ചം കണ്ട് ഭഗവാൻ വന്നെത്തിയ ഇടം വിളക്കുമാടം എന്നും അറിയപ്പെട്ടുവത്രേ. ആറന്മുള ക്ഷേത്രം പൂർത്തിയാകും വരെ വിഗ്രഹം വിളക്കുമാടത്തിൽ വച്ച് ആരാധിച്ചിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഉത്സവക്കൊടിയേറ്റിൻ്റെ എഴുന്നള്ളത്ത് വിളക്കുമാടത്തിൽ നിന്നും ആരംഭിക്കുന്നത്. പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ തെക്കുംകൂറിന്റെ അധീനതയിലായിരുന്ന ആറന്മുള ദേശം 1750 സെപ്റ്റംബർ 11 മുതൽ തിരുവിതാംകൂറിന്റെ ഭാഗമായി തീർന്നു. അതേ തുടർന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് 1751
ആറന്മുള ക്ഷേത്രത്തിൽ തേക്കുതടിയിലുള്ള കൊടിമരം സ്ഥാപിച്ചത്. മുള കൊണ്ടുള്ള കൊടിമരമായിരുന്നു അക്കാലം വരെ ഉപയോഗിച്ചിരുന്നത്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ഇപ്പോഴത്തെ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചത്. ഐരൂർ സ്വദേശി ഗോവിന്ദൻ 13-ാം നൂറ്റാണ്ടിൽ രചിച്ചതെന്ന് കരുതപ്പെടുന്ന തിരുനിഴൽമാല, നമ്മാൾവാർ രചിച്ച തിരുവായ്മൊഴി, നെടുമ്പയിൽ കൊച്ചുകൃഷ്ണനാശാൻ രചിച്ച ആറന്മുള വിലാസം, ഹംസപ്പാട്ട് തുടങ്ങിയവയാണ് ആറന്മുള ദേശത്തിൻ്റെ വൈവിധ്യങ്ങളായ ആചാരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന രേഖകൾ. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ നിന്നാണ് വൈവിധ്യങ്ങളായ ആചാരങ്ങളുടെ തുടക്കം. അതു പിന്നീട് ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ നെടും തൂണുകളായി മാറി. തിരുവോണത്തോണി വരവിനാണ് ഇതിൽ പ്രഥമ സ്ഥാനം. വിഷ്ണുഭക്തനായ ഒരു ഭട്ടതിരി മങ്ങാട്ടില്ലത്ത് ജീവിച്ചിരുന്നു. എല്ലാ മാസത്തെയും തിരുവോണ നാളുകളിൽ അദ്ദേഹം ബ്രഹ്മചാരികൾക്ക് കാൽ കഴുകിച്ചൂട്ട് നടത്തി വന്നിരുന്നു. ഒരു ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ബ്രഹ്മചാരികളാരും മങ്ങാട്ടില്ലത്ത് വന്നില്ല. ഇതിൽ അതീവ ദുഃഖിതനായി കിടന്നപ്പോൾ തേജസ്വിയായ ഒരു ബ്രഹ്മചാരി മുന്നിലെത്തി കുളിച്ചു വന്നാൽ ഊണ് തരമാവുമോ എന്ന് ചോദിച്ചു. ഭട്ടതിരിക്ക് സന്തോഷമായി. കാൽ കഴുകിച്ചൂട്ട് കഴിഞ്ഞതോടെ അതിഥി സ്ഥലം വിട്ടു. അടുത്ത ചിങ്ങമാസത്തിൽ ഭട്ടതിരി സ്വപ്നത്തിൽ ആ ബ്രഹ്മചാരിയെ വീണ്ടും കാണുകയുണ്ടായി. താനിപ്പോൾ തിരുവാറന്മുള ക്ഷേത്രത്തിലാണ് താമസമെന്നും തിരുവോണത്തിന് ഭട്ടതിരിയുടെ അന്നം മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്നും അതിനാവശ്യമായവയൊക്കെയും കൊണ്ടുവരണമെന്നും ബ്രഹ്മചാരി ആവശ്യപ്പെട്ടുവത്രേ. ഉത്രാട ദിവസം രാത്രിയിൽ മങ്ങാട്ടു ഭട്ടതിരി അരിയും കറി സാധനങ്ങളുമായി കാട്ടൂർ മഠത്തിൽ നിന്നും വള്ളത്തിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന പതിവ് ആരംഭിച്ചത് ഈ സ്വപ്ന ദർശനത്തിന്റെ ഫലമായിട്ടാണെന്നാണ് വിശ്വാസം. കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്തെ നാരായണ ഭട്ടതിരിയാണ് ഇപ്പോൾ കാട്ടൂരിൽ നിന്നും അരിയും പച്ചക്കറികളുമായി ആറന്മുളയ്ക്ക് പുറപ്പെടുന്നത്. തിരുവോണ ദിവസം പുലർച്ചെയാണ് തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിച്ചേരുന്നത്. ചെറിയ അമരവും ഗരുഡന്റെ മുഖവുമുള്ള പുതിയ തിരുവോണത്തോണി നിർമ്മിക്കപ്പെട്ടത് ഈ അടുത്ത കാലത്താണ്. തിരുവോണത്തോണി വരവിന്റെ തുടർച്ചയായുള്ളതാണ് ആറന്മുള വള്ളംകളിയുടെ ഉൽപ്പത്തിക്കഥ. ഒരു വർഷം ചിങ്ങമാസത്തിലെ ഉത്രാട രാത്രിയിൽ തിരുവോണത്തോണി ഐരൂരിൽ വച്ച് തടയപ്പെട്ടു. ഇതറിഞ്ഞ് ഐരൂർ തോട്ടാവള്ളിയിൽ ആശാന്റെ നേതൃത്വത്തിൽ ചെറുവള്ളങ്ങളിലെത്തിയവർ തങ്ങളുടെ അകമ്പടിയിൽ തിരുവോണത്തോണി യഥാസമയം ആറന്മുള ക്ഷേത്രക്കടവിലെത്തിച്ചു. തിരുവോണത്തോണിക്ക് എല്ലാ വർഷവും അകമ്പടി വള്ളങ്ങൾ തുണ പോകണമെന്ന കരക്കാരുടെ തീരുമാനത്തിന്റെ ഫലമായുണ്ടായതാണ് ആറന്മുള ചുണ്ടൻ വള്ളങ്ങൾ. ആറന്മുളയിലെ ചുണ്ടൻ വള്ളങ്ങൾ പള്ളിയോടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ തനതു ജലവാഹനമാണ് ചുണ്ടൻ വള്ളം. ആഞ്ഞിലിത്തടിയാണ് വള്ളം പണിയാൻ ഉപയോഗിക്കുന്നത്. എഴുതപ്പെട്ട തച്ചുശാസ്ത്രം ഇതിനില്ല. മൂത്താശാരി വരയ്ക്കുന്ന രൂപമാതൃകയാണ് അടിസ്ഥാനം. കൊടുപ്പുന്ന ആശാരിമാരാണ് ആദ്യമായി ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു. തല ഉയർത്തി നിൽക്കുന്ന പാമ്പിന്റെ രൂപസാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിന് സ്നേക്ക് ബോട്ട് എന്ന ആംഗലേയ വിളിപ്പേര് ലഭിച്ചത്. ആറന്മുള ചുണ്ടൻ വള്ളങ്ങൾക്ക് ശരാശരി 120 അടി നീളമുണ്ടായിരിക്കും. അമരം ജലനിരപ്പിൽ നിന്നും ഏകദേശം 18 അടിയും അണിയം ഏകദേശം 7 അടിയും ഉയർന്നു നിൽക്കും. ചുണ്ടൻ വള്ളത്തിലെ 64 തുഴക്കാർ 64 കലകളെ പ്രതിനിധാനം ചെയ്യുന്നവരാണെന്നാണ് വിശ്വാസം. 4 അമരക്കാർ 4 വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 12 നിലയാളുകൾ 12 രാശികളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഒരു ചുണ്ടൻ വള്ളത്തിൽ അതിൻ്റെ നീളത്തിനനുസരിച്ച് 80 മുതൽ 110 വരെ ആളുകൾക്ക് കയറാനാകും. ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി 2 ഘടകങ്ങളായാണ് നടക്കുന്നത്. 1 ജലഘോഷയാത്ര, 2 മത്സര വള്ളംകളി. പരമ്പരാഗതമായി ജലഘോഷയാത്രയാണ് യഥാർത്ഥ വള്ളംകളി.
മത്സര വള്ളംകളി ആരംഭിച്ചത് പിൽക്കാലത്താണ്. 46 കരക്കാരാണ് ഇപ്പോൾ വള്ളംകളികളിൽ പങ്കാളികളാകുന്നത്. വിവേകമിതു എന്തോര വിവേക. വഞ്ചിപ്പാട്ടും വായ്ത്താരിയുമാണ് ഈ മനോഹരമായ ദൃശ്യാനുഭവത്തിന് അനിർവചനീയമായ ശ്രാവ്യ ഭംഗി നൽകുന്നത്. വഞ്ചിപ്പാട്ടുകൾ ആറന്മുള ജനജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ഉത്സവമാകട്ടെ, സ്വീകരണങ്ങളാകട്ടെ, വിവാഹമാകട്ടെ, എല്ലാവിധ ചടങ്ങുകൾക്കും വഞ്ചിപ്പാട്ടിന്റെ അകമ്പടി ഉണ്ടായിരിക്കും. അതിൽ നാനാജാതി മതസ്ഥരുമുണ്ടാകും. അതിരുകളില്ലാത്ത ഒരു സൗഹൃദ കൂട്ടായ്മയെയാണ് ആറന്മുള പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറയാം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ഈ കൂട്ടായ്മയെ നിലനിർത്തിപ്പോരുന്നത്. നിന്റെ സഖിയല്ലയോ ഞാൻ. പമ്പയുടെ തീരത്ത് തറനിരപ്പിൽ നിന്നും മണ്ണിട്ട് പൊക്കിയ സ്ഥലത്താണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ 3 ഗോപുരങ്ങളുടെ വാതിൽക്കലെത്താൻ 18 പടികൾ കയറണം. വടക്കുവശത്തെ ഗോപുരത്തിലൂടെ പമ്പാ നദിയിലേക്കിറങ്ങാം. 57 പടികളുണ്ടിവിടെ. ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള പ്രധാന ഗോപുരവും വിശാലമായ ക്ഷേത്രമുറ്റവും കരിങ്കല്ല് പാകിയ പ്രദക്ഷിണ വീതിയും ഏറെ ആകർഷകമാണ്. നാലമ്പലത്തിന്റെ പ്രവേശന കവാടത്തിലെ ബലിക്കൽ പുരയ്ക്ക് മുമ്പിലായി 4 അടി ഉയരമുള്ള ശിലാപീഠത്തിലാണ് കൊടിമരം. കൊടിമരത്തിന്റെ മുകളറ്റത്ത് ഗരുഡ പ്രതിഷ്ഠയുമുണ്ട്. കൊടിമരച്ചുവട്ടിൽ മഞ്ചാടികൾ നിക്ഷേപിക്കുന്ന ഒരാചാരം ഇവിടുത്തെ പ്രത്യേകതയാണ്. നാലമ്പലത്തിനുള്ളിലാണ് വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ. ആറന്മുള ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ കീഴ്തൃക്കോവിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രമുണ്ട്. ക്ഷേത്രമുറ്റത്തു നിന്നും 10 പടികൾ ഇറങ്ങി വേണം കീഴ്തൃക്കോവിലിൽ എത്താൻ. ആറന്മുള ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറുന്നത് മകരമാസത്തിലെ അത്തം നാളിലാണ്. പത്തു ദിവസമാണ് ഉത്സവം. വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളത്ത് ഉത്സവത്തിന്റെ മാറ്റുകൂട്ടുന്നു. അഞ്ചാം ഉത്സവ ദിവസം പുലർച്ചെ 2 മണിക്ക് നടക്കുന്ന ഗരുഡവാഹനം എഴുന്നള്ളത്ത് വളരെ പ്രസിദ്ധമാണ്. 5-ാം പുറപ്പാട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്ന ചുറ്റുവിളക്ക് വിസ്മയകരമായ കാഴ്ചയാണ്. ഖാണ്ഡവദാഹത്തിന്റെ സ്മരണയുണർത്തി വെടിക്കെട്ടുമുണ്ടായിരുന്നു. ഒൻപതാം നാളിലാണ് പള്ളിവേട്ട എഴുന്നള്ളത്ത്. വാദ്യാഘോഷങ്ങളില്ലാതെയാണ് പള്ളിവേട്ട നടക്കുന്നത്. എന്നാൽ തിരിച്ചെഴുന്നള്ളത്ത് വാദ്യമേളങ്ങളോടെയായിരിക്കും. തിരുവോണനാളിൽ ആറാട്ടോടെയാണ് ഉത്സവത്തിന്റെ കൊടിയിറക്കം. ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള സമൂഹത്തുമടം കടവിലാണ് ഇപ്പോൾ ആറാട്ട് നടക്കുന്നത്. തിരുവാറന്മുളയപ്പന്റെ പ്രീതിക്കായി അഷ്ടമിരോഹിണി നാളിൽ ആറന്മുള ക്ഷേത്രാങ്കണത്തിൽ ആണ്ടുതോറും നടത്താറുള്ള അന്നദാനമാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ. ചുണ്ടൻ വള്ളങ്ങളിൽ എത്തുന്നവരുൾപ്പെടെ അന്നു ക്ഷേത്രത്തിലെത്തുന്ന ഏവർക്കും ഈ സദ്യയിൽ പങ്കെടുക്കാം. വഴിപാടായി
വ്യക്തികൾ നടത്തുന്ന വിഭവസമൃദ്ധമായ അന്നദാനമാണ് ആറന്മുള വള്ളസദ്യ. ക്ഷണിക്കപ്പെടുന്ന പള്ളിയോടങ്ങൾക്കാണ് സദ്യ നൽകുന്നത്. വള്ളക്കാരുടെ കൂട്ടത്തിൽ ഭഗവാനും എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. പന്തിയിലിരുന്ന് ഉണ്ണുന്ന കരക്കാർ ശ്ലോകം ചൊല്ലിയാണ് വിഭവങ്ങൾ ആവശ്യപ്പെടുന്നത്. ഉണ്ണാനിരിക്കുന്ന കരക്കാർ ആവശ്യപ്പെടുന്ന ഏത് വിഭവവും വിളമ്പാൻ വള്ളസദ്യ വഴിപാട് നടത്തുന്നയാൾ ബാധ്യസ്ഥനുമായിരിക്കും. ആറന്മുളയെ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് നയിച്ചത് ആറന്മുള കണ്ണാടിയാണ്. ചെമ്പ് നിക്ഷേപം തീരെയില്ലാത്ത സ്ഥലമാണ് കേരളം. എന്നാൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള ജർമ്മനിയിലോ യൂറോപ്പിന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ വെങ്കല കണ്ണാടിയുടെ സാങ്കേതിക വിദ്യ വികസിച്ചു വന്നതിന് യാതൊരു തെളിവുമില്ല. ഈ സവിശേഷ സാങ്കേതിക വിദ്യ ആറന്മുളയിലെ മൂശാരി വിഭാഗക്കാർ സ്വായത്തമാക്കിയതും അത് ലോകപ്രശസ്തി നേടിയതും ഒരു നിയോഗമാകാം. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ക്ഷേത്രാവശ്യത്തിനുള്ള പാത്രങ്ങളും വിളക്കുകളും മറ്റും നിർമ്മിക്കുന്നതിന് ആറന്മുളയിലെത്തപ്പെട്ട വിശ്വകർമ്മ സമുദായക്കാരായ മൂശാരിമാർ ഒരിക്കൽ രാജാവിന് നിർമ്മിച്ചു നൽകിയ കിരീടത്തിന് അതിശയകരമായ പ്രതിഫലനശേഷി ഉണ്ടായിരുന്നുവത്രേ. അവർ തുടർന്ന് നടത്തിയ പരീക്ഷണങ്ങളുടെ പരിണിത ഫലമാണ് ഇപ്പോൾ ലോകപ്രശസ്തമായിട്ടുള്ള ആറന്മുള കണ്ണാടി എന്ന ലോഹ കണ്ണാടി. ചെമ്പും വെളുത്തീയവും നിശ്ചിത അനുപാതത്തിൽ ഉരുക്കിച്ചേർത്ത ലോഹ മിശ്രിതം കൊണ്ടാണ് ലോഹ കണ്ണാടി നിർമ്മിക്കുന്നത്. ഉരച്ചു മിനുക്കിയെടുക്കുന്ന ലോഹ കണ്ണാടി വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള മനോഹരമായ ചട്ടക്കൂടുകളിൽ ഉറപ്പിക്കുമ്പോഴാണ് സുപ്രസിദ്ധമായ ആറന്മുള കണ്ണാടിയാകുന്നത്. തണ്ണീർത്തടങ്ങളും വയലേലകളും നിറഞ്ഞ ആറന്മുള ദേശത്തിൽ കാവുകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട കാവുകളായ പള്ളിമുക്കത്ത് കാവ്, കണ്ണങ്കോട്ട് കാവ്, അരിങ്ങോട്ട് കാവ് എന്നിവയൊക്കെ ആരാധനാലയങ്ങളുമാണ്. ഇതിൽ പള്ളിമുക്കത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പള്ളിവിളക്ക് എന്ന ചടങ്ങ് ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. മലനടകളിലെ കോട്ടകയറ്റവും ഉത്സവവും സവിശേഷ ശ്രദ്ധയർഹിക്കുന്നവയാണ്. മലയച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ദൈവമാണ് മലനടകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ആറന്മുള വൈവിധ്യമാർന്ന ഒട്ടേറെ കലാരൂപങ്ങളുടെയും നാടാണ്. കലകളിലെ വൈവിധ്യമാണ് ഒരു നാടിന്റെ സമ്പന്നമായ സംസ്കാരത്തിന്റെ അളവുകോൽ. മധ്യ തിരുവിതാംകൂറിൽ ഏറെ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയാണ് പടയണി. ഒരു ആചാരമെന്ന നിലയിൽ പടയണി ആറന്മുള ദേശത്ത് ഇന്നും അതിൻ്റെ തനിമയോടെ നിലനിൽക്കുന്നു. മയിലാട്ടം, മുടിയേറ്റ്, തെയ്യം തുടങ്ങിയ മറ്റ് അനുഷ്ഠാന കലകൾക്കും ക്ഷേത്രകലകളായ കഥകളി, കൂത്ത്, കൂടിയാട്ടം എന്നിവയ്ക്കും ആറന്മുളയിൽ പ്രത്യേക സ്ഥാനമുണ്ട്. വാസ്തുശില്പകല, നൃത്തം, ചിത്രകല തുടങ്ങിയവയ്ക്ക് ആറന്മുള നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. വാസ്തുവിദ്യാ ഗുരുകുലവും ചുവർ ചിത്രങ്ങളുമൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ആറന്മുള ഒരു അനുഭൂതിയാണ്, ഒരനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് UNO ഇതിനെ ഒരു പൈതൃക ഗ്രാമമായി അംഗീകരിച്ചത്. ഭാരതത്തിൽ വളരെ വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന ഗ്രാമങ്ങൾ മാത്രമേ അങ്ങനെ UNO അംഗീകരിച്ചിട്ടുള്ളൂ. അതിന് കാരണമുണ്ട്. ഈ ലോകത്തിൻ്റെ മറ്റൊരിടത്തും കാണാൻ വയ്യാത്ത തലമുറകളോളമായി സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ഒട്ടേറെ വിശ്വാസക്രമങ്ങളും ജീവിതചര്യകളും
കലയുടെയും സാഹിത്യത്തിൻ്റെയും കൃഷിയുടെയും അങ്ങനെ ഒട്ടേറെ രംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളുടെയും ഒക്കെ ആകത്തുക. അതിനെയാണ് നമ്മൾ ഈ നാടിൻ്റെ പൈതൃകം എന്ന് പറയുന്നത്. അത് മറ്റൊരിടത്തും നമുക്ക് കാണാനാവില്ല. അതുകൊണ്ട് തന്നെ ആറന്മുള പൈതൃകത്തിൻ്റെ തലസ്ഥാനമാണ്. ഈ ഹെറിറ്റേജ് എന്ന് പറയുന്ന പൈതൃകം എന്ന് പറയുന്നത് അത് ആറന്മുളയുടെ ഒരു പ്രാദേശികമായ ഈ മണ്ണിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയായിട്ട് അതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ലോകത്തെ മുഴുവൻ പൈതൃകത്തെ നമുക്ക് നോക്കിക്കാണാൻ ഒരു ചെറിയ ഗ്രാമത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. കല അതിൻ്റെ ഏറ്റവും വലിയ മൂർത്തിമത് ഭാവത്തിൽ അതിൻ്റെ ഏറ്റവും സുവർണ ദിശയിൽ നിന്നിരുന്ന ഒരു കാലം ഈ ആറന്മുളയിൽ ഉണ്ടായിരുന്നു. 52 കരകളിലും ചെല്ലുമ്പോൾ, ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ പള്ളിയോടങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും സമൂഹത്തിൻ്റെ ഏത് മണ്ഡലങ്ങളിൽ കഴിയുന്നവരായിക്കൊള്ളട്ടെ അവർക്കൊക്കെ ഈ ആറന്മുളയെ നോക്കിക്കാണുന്ന സന്ദർഭത്തിൽ പറയാൻ കഴിയും, ഇത് മാനവികതയുടെ ഉദാത്തമായ മൂല്യങ്ങളുടെ ഉറവിടമാണ്. ഈ മാനവിക മനുഷ്യ ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ കഴിയുന്ന പ്രേരണയും പ്രചോദനവും ആണ്, പ്രേരണാ സ്രോതസ്സാണ് ഈ ആറന്മുള എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ UNO ഇതിനെ ഒരു പൈതൃക ഗ്രാമം എന്നുള്ള നിലയ്ക്ക് അംഗീകരിച്ചത്. കാർഷിക സംസ്കൃതിയുടെ കാര്യം, ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പുത്തരിയാൽ, ആ പുത്തരിയാൽ ഇവിടുത്തെ ഒരു വലിയ കാർഷിക സംസ്കൃതിയുടെ ശേഷിപ്പാണ്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ഉജ്ജ്വലമായ സ്മരണകൾ അന്തിയുറങ്ങുന്നുണ്ട് ആ ഒരു വലിയ ഒരു പുത്തരിയാലിൻ്റെ ചുവട്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് വലിയ പുത്തരിക്കണ്ടം, വിശാലമായ പുത്തരിക്കണ്ടം. ആ പുത്തരിക്കണ്ടത്ത് കൃഷി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്നതെല്ലാം ഭഗവാന് കൊണ്ടുപോയി സമർപ്പിച്ച് അതിൽ നിന്നും മാത്രം തങ്ങൾക്ക് വേണ്ടത് മാത്രം എടുത്തുകൊണ്ടു പോകുന്ന ഒരു വലിയ കാർഷിക സംസ്കൃതിയുടെ ഉദാത്തമായ ചിന്തകൾ ഇന്നും അവിടെ ജ്വലിച്ചു നിൽക്കുകയാണ്. ആറന്മുള പൈതൃകത്തിൻ്റെ പുനരുജ്ജീവനമാണ്, വീണ്ടെടുക്കലാണ് നമുക്കിന്ന് ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആറന്മുള ഹെറിറ്റേജ് പദ്ധതി എന്ന പേരിൽ ഒരു ബൃഹത്തായ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മിക മണ്ഡലങ്ങളിൽ കഴിയുന്ന ഉന്നത വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ ബൃഹത് കർമ്മ പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിലെ ശബരിമല കുന്നുകളിൽ നിന്നാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന പമ്പയുടെ ഉത്ഭവം. പമ്പയാറിന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് ആറന്മുള. പമ്പയുടെ ഇരുകരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന തണ്ണീർത്തടങ്ങളും തോടുകളും ചാലുകളും നിറഞ്ഞ ആറന്മുള ദേശം മികച്ച കാർഷിക കേന്ദ്രമായിരുന്നു. അതെ, ആറിന്റെ തീരത്തെ വിളഭൂമിയായിരുന്നു ആറന്മുള. നെല്ല്, മുതിര, എള്ള്, കുവരക്, കരിമ്പ് തുടങ്ങിയവയായിരുന്നു പ്രധാന കൃഷികൾ. നോക്കെത്താ ദൂരത്തോളം പുഞ്ചനിലങ്ങളും വിരിപ്പു നിലങ്ങളും കരിമ്പിൻ തോട്ടങ്ങളും ഉണ്ടായിരുന്നു. പുത്തരിക്കണ്ടം ഏറെ പ്രശസ്തമായ കൃഷിനിലമായിരുന്നു. ഫലവൃക്ഷങ്ങളും തെങ്ങും കവുങ്ങും നിറഞ്ഞ പ്രദേശം കൂടിയായിരുന്നു ആറന്മുള. ആറന്മുളപ്പാക്ക് എന്ന വിശിഷ്ടമായ ചെറിയ അടയ്ക്ക ഇവിടുത്തെ മാത്രം പ്രത്യേകതയായിരുന്നു. കിടങ്ങന്നൂർ, കുറുന്താർ, കാഞ്ഞിരവേലി, ഇലന്തൂർ എന്നീ പ്രദേശങ്ങളിലെ മലകളിൽ നിന്നൊഴുകി പുഞ്ചനിലങ്ങൾക്കും വിരിപ്പുനിലങ്ങൾക്കും ഇടയിലൂടെ ഒരു ചെറിയ പുഴ പോലെ പമ്പയാറിൽ ചേരുന്ന നീരൊഴുക്കാണ് കോഴിത്തോട്. കോഴിത്തോടും മുല്ലശ്ശേരിത്തോടും കരിമാരൻ തോടും വലിയ കൊല്ലച്ചാലുമൊക്കെ ചേർന്ന അപൂർവമായ ഒരു നീർത്തട വ്യവസ്ഥ ആറന്മുളയുടെ മാത്രം ഭാഗ്യമാണ്. പമ്പയാറിൽ നിന്നും കോഴിത്തോടിലൂടെ യാത്ര ചെയ്താൽ ഇതൊരു ചെറിയ തോടല്ല എന്ന് മനസ്സിലാക്കാം. നല്ല ഒഴുക്കും തെളിനീരുമായിരുന്നു കോഴിത്തോടിന്റെ പ്രത്യേകത. ഇപ്പോൾ ഒഴുക്ക് കുറവാണ്. നീണ്ട ഇലകളുള്ള പായലും ആമ്പലുകളും നിറഞ്ഞ കോഴിത്തോടിന്റെ ഇരുകരകളും സസ്യസമൃദ്ധമാണ്. പാടശേഖരങ്ങളിലേക്കും ചാലുകളിലേക്കും കൃഷിക്കായി ആവശ്യാനുസരണം വെള്ളം നൽകിയിരുന്നതും അധിക ജലം പുറന്തള്ളിയിരുന്നതും കോഴിത്തോടിലൂടെയാണ്. മഴക്കാലത്ത് പമ്പയിൽ വെള്ളം കയറുമ്പോൾ
വിശാലമായ പുഞ്ചപ്പാടങ്ങളിൽ ഒരു റിസർവോയറിൽ എന്ന പോലെ വെള്ളം ശേഖരിക്കാൻ വഴിയൊരുക്കി ആറന്മുളയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളെ വെള്ളപ്പൊക്ക കെടുതിയിൽ നിന്നും സംരക്ഷിക്കുന്നതും ഈ കോഴിത്തോടാണ്. ഇടവപ്പാതിയുടെ ആരംഭത്തിൽ മഴ തകർത്തു പെയ്യുന്ന ആദ്യ ദിവസങ്ങളിൽ പമ്പയാറിൽ നിന്നും മത്സ്യങ്ങൾ മുട്ടയിടുന്നതിനായി കൂട്ടത്തോടെ തോടുകളിലേക്കും നെൽപ്പാടങ്ങളിലേക്കും കടന്നു വരുന്നത് ഈ തോടിലൂടെയാണ്. ഊത്തകയറ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഉത്സവ പ്രതീതി ഉളവാക്കുന്ന ഊത്തപിടുത്തവും ഇതിനെ തുടർന്നുണ്ടാകും. ജലപക്ഷികളുടെ താവളം കൂടിയാണ് ഇവിടത്തെ നീർത്തടങ്ങൾ. ദേശാടന പക്ഷികളും ഇടയ്ക്ക് വന്നെത്താറുണ്ട്. ഒഴുക്ക് കുറഞ്ഞതോടെ ചെറിയ വയലറ്റ് പൂക്കളുള്ള കബംബ എന്ന കളപ്പായൽ കോഴിത്തോടിൽ നിറഞ്ഞിട്ടുണ്ട്. വിഷാംശമുള്ള അമേരിക്കൻ ജലസസ്യമാണിത്. അധിനിവേശ സസ്യങ്ങളായ കുളവാഴയും ആഫ്രിക്കൻ പായലും നീർത്തടങ്ങളെയും പുഞ്ചപ്പാടങ്ങളെയും കീഴടക്കി കഴിഞ്ഞു. ഇതാണ് നാൽക്കാലിക്കൽ പാലം. 10 വർഷം മുൻപ് ഈ പാലത്തിന്റെ പണിക്ക് വേണ്ടി കോഴിത്തോടിൽ കെട്ടിയ താൽക്കാലിക ബണ്ട് നീക്കം ചെയ്യാതിരുന്നത് മൂലമുണ്ടായ വെള്ളക്കെട്ടാണ് ആറന്മുളയിലെ കൃഷിനാശത്തിന് തുടക്കം കുറിച്ചത്. വിസ്തൃതമായ പാടശേഖരങ്ങൾ വെള്ളക്കെട്ടായി മാറി. ഈ ദുരവസ്ഥയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് കരിമാരം തോടും വലിയ കൊല്ലച്ചാലും കോഴിത്തോടിന്റെ കുറച്ചു ഭാഗവും ഒരു വിമാനത്താവളത്തിനു വേണ്ടി ഇപ്പോൾ നികത്തപ്പെട്ടിരിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് പമ്പാനദി വഴി ഒഴുകി വരുന്ന എക്കൽ മണ്ണടിഞ്ഞ് രൂപപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് ആറന്മുളയും പരിസര പ്രദേശവും. അതുകൊണ്ട് തന്നെ ആറന്മുള വളരെയേറെ ഫലഭൂഷ്ടമായിട്ടുള്ള കാർഷിക മേഖലയായിരുന്നു. ആറന്മുളയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് പമ്പാനദിയിലേക്ക് ഒഴുകി വരുന്ന ഒട്ടേറെ കഴിവഴികളാണ്. ആ കഴിവഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോഴിത്തോട്. അപ്പോൾ കോഴിത്തോട് ഈ ആറന്മുള പ്രദേശത്തെ 3 വലിയ പുഞ്ചകൾ, ആറന്മുള പുഞ്ച, കുറുന്താർ പുഞ്ച, കിടങ്ങന്നൂർ പുഞ്ച, ഈ പ്രദേശങ്ങളിലെ കാർഷിക മേഖലയ്ക്ക് ജലവ്യവസ്ഥ നിലനിർത്തുന്ന സുപ്രധാനമായ ഒരു ജലസ്രോതസ്സായിരുന്നു. പത്തനംതിട്ടയ്ക്ക് പടിഞ്ഞാറ് വശത്ത് നാരങ്ങാനം മുതൽ ഇലവന്തിട്ട വരെയുള്ള പ്രദേശത്തെ മഴവെള്ളം മുഴുവൻ ഉൾക്കൊള്ളുന്നത് ഈ ആറന്മുള പുഞ്ചയും അതുമായി ബന്ധപ്പെട്ട ജലസ്രോതസ്സുകളുമായിരുന്നു. ഈ ജലസ്രോതസ്സുകളാണ് ഇപ്പം മണ്ണിട്ട് നികത്തി വിമാനത്താവളം പണിയണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. സാധാരണഗതിയിൽ ഒരു വിമാനത്താവളം പോലെയുള്ള വലിയ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അതിൽ പരിസ്ഥിതി സ്വാധീന പത്രികകൾ തയ്യാറാക്കുന്നു. 10 കിലോമീറ്റർ റേഡിയസിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുകയും ആ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഈ പദ്ധതി മൂലം എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തുകയും അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയാണ് പരിസ്ഥിതി സ്വാധീന പത്രിക കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി സ്വാധീന പത്രികയിൽ ഈ 10 കിലോമീറ്റർ റേഡിയസിൽ യാതൊരു പരിസ്ഥിതി പ്രശ്നങ്ങളും ഇല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുതന്നെ വസ്തുതാപരമായ തെറ്റാണ്. അതിൻ്റെ കാരണം ഈ പദ്ധതി രേഖയിൽ പറയുന്നത് 347.5556 ഏക്കർ സ്ഥലം നികത്തി വിമാനത്താവളം പണിയുമെന്നാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് പൂർണ്ണമായി നെൽകൃഷി നടന്നിരുന്ന പ്രദേശമാണ്. അപ്പോൾ 2008 നീർത്തട നെൽവയൽ നിയമപ്രകാരം കൃഷി ചെയ്തിരുന്ന സ്ഥലമോ കൃഷി ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമോ അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളോ നികത്തപ്പെടുന്നത് നിയമത്തിന് ലംഘനമാണ്. അതോടൊപ്പം തന്നെ പരിസ്ഥിതി നിയമം അനുസരിച്ച് 2010 ഡിസംബർ മാസം 4-ാം തീയതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നീർത്തടേതര ആവശ്യങ്ങൾക്ക് യാതൊരു കാരണവശാലും നികത്തപ്പെടാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നികത്തപ്പെടുന്നത് ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ്. അപ്പോൾ ആറന്മുള വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാന പ്രശ്നം ഈ കാർഷിക മേഖലയിലൊന്നും കൃഷി നടക്കുന്നില്ല. ആ കൃഷി നടക്കാത്തത് കൊണ്ട് അവിടെ വിമാനത്താവളം പണിയാം എന്നുള്ളതാണ് വിമാനത്താവളത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ കാർഷിക മേഖലയിലൊക്കെ പുനരുദ്ധരിക്കുകയും കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളൊക്കെ കൃഷി
പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതിനുള്ള ആവശ്യമായ നടപടികൾ എടുക്കുകയും അതുവഴി നമ്മുടെ കാർഷിക മേഖല സമ്പുഷ്ടമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ കരണീയം. അതാണ് ആറന്മുളക്കാരോട് ചെയ്യുന്ന, ആറന്മുളക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കോഴിത്തോട് എന്ന് പറയുന്ന ഇതാണ് കോഴിത്തോട്. ഇത് കോഴിത്തോടായി കാണുന്നത്. കോഴിത്തോട് എയറോഡ്രാമിൻ്റെ പണിക്ക് വേണ്ടി ഇവിടെയാണ് മണ്ണിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. കൊല്ലങ്ങളായിട്ട് കോഴിത്തോടിൻ്റെ രണ്ട് സൈഡിലും മൈൽ കണക്കിന് നീളത്തിൽ പാടശേഖരമായിരുന്നു. ആ പാടശേഖരത്തെ ഇതിലെ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ വെള്ളം ചവിട്ടി കയറ്റിയാണ് ഞങ്ങൾ രണ്ട് സൈഡിലോട്ടും കൃഷി ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതെല്ലാം മുടങ്ങി. ആ മണ്ണിട്ട് നികത്തിയപ്പോഴത്തേനും അവർ മനഃപൂർവ്വം ഗവൺമെൻറ് തോടും കൂടെ നികത്തിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അത് നേരെ ഇങ്ങേവസ്ഥയോട് വെള്ളം ഒഴുകി പോകും എന്നൊക്കെയാണ് അവരുടെ വാദമുഖങ്ങൾ. കോഴിത്തോട് ഇതിന് മേവശം കുറച്ചിടെ അവർ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. നികത്തിയപ്പോൾ ഇങ്ങനെ വെള്ളമൊഴുക്ക് അങ്ങോട്ട് മാറി തിരിഞ്ഞാണ് ഇപ്പോൾ ഒഴുകുന്നത്. വാസ്തവത്തിൽ ഗവൺമെൻറ് തോടാണിത്. അതും അതിൻ്റെ മുന്നേ കൂടെ അങ്ങോട്ടൊരു ചിറ ഉണ്ടായിരുന്നു. ചിറയിലോട്ട് അതിലൂടെ കൈവഴി ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ ചിറ മുഴുവൻ അവർ മണ്ണിട്ട് നികത്തി. അതാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രൊട്ടസ്റ്റുമായിട്ട് വന്നുകൊണ്ട് കുടിയേറി താമസിക്കുകയാണ്. കബംബ എന്ന കളസസ്യത്തിന്റെ നാട്ടിൽ നിന്നായിരുന്നു വിമാനത്താവള സ്വപ്നത്തിന്റെ ജനനം. ചില അമേരിക്കൻ മലയാളി സംഘടനകളുടെ ഒത്താശയോടെയാണ് കടമ്മനിട്ടയിലെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയിരുന്ന കാലമണ്ണിൽ എബ്രഹാം എന്നയാൾ വിമാനത്താവള ആശയവുമായി മുന്നോട്ട് വരുന്നത്. മത്സ്യകൃഷിക്കെന്ന വ്യാജേന വാങ്ങിക്കൂട്ടിയ 240 ഏക്കർ നിലം സമീപത്തുള്ള മലയിടിച്ച് നിരത്തിയപ്പോൾ ഞെരിഞ്ഞമർന്നത് കരിമാരം തോടും വലിയ കൊല്ലച്ചാലും കോഴിത്തോടിന്റെ കുറെ ഭാഗങ്ങളുമാണ്. ഈ സ്ഥലമാണ് 2009 ചെന്നൈ ആസ്ഥാനമായുള്ള KGS എന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വാങ്ങിയത്. നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെ എതിർപ്പിനെയും മറികടന്നാണ് KGS ആറന്മുള എയർപോർട്ട് ലിമിറ്റഡ് എന്ന സ്വകാര്യ സ്ഥാപനം ആറന്മുളയിൽ വിമാനത്താവളത്തിനുള്ള ശ്രമം നടത്തിയത്. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് നിയമത്തിന്റെ പഴുതുകളിലൂടെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നതിനുള്ള സൂത്രപ്പണിയായി വ്യവസായ മേഖലാ പ്രഖ്യാപനം അവരുടെ സഹായത്തിനെത്തിയത്. 1964 സർവേ നമ്പറുകളിലുള്ള ഏകദേശം 500 ഏക്കറോളം സ്ഥലമാണ് പ്രഖ്യാപിക്കപ്പെട്ട വ്യവസായ മേഖലയിൽ ഉൾപ്പെടുന്നത്. ഇവിടെ 900 വീടുകളുണ്ട്. വിമാനത്താവളം വന്നാൽ അവരെല്ലാം ഒഴിയേണ്ടി വരും. ബാക്കിയുള്ള തണ്ണീർത്തടങ്ങളും പാടശേഖരങ്ങളും നികത്തപ്പെടുകയും ചെയ്യും. ആറന്മുളയിലെ പ്രശ്നം, വിമാനത്താവളത്തിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് 2000-2004 കാലത്ത് ഒരു പാലം പണിയുമായി ബന്ധപ്പെട്ടാണ്. ആ പാലം പണിയുടെ സമയത്ത് ഈ കോഴിത്തോട് ബ്ലോക്ക് ചെയ്തു. കോഴിത്തോട് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ പോലെ പമ്പാ നദിയിൽ നിന്നും മഴക്കാലത്ത് ഇങ്ങോട്ടും വേനൽക്കാലങ്ങളിലോ അല്ലാത്തപ്പോഴത്തെ മഴയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിന് മുൻപുള്ള സമയങ്ങളിലേക്ക് വെള്ളം മറ്റ് പല മലകളിൽ നിന്നുമുള്ള ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വെള്ളം മുഴുവൻ തിരിച്ച് പമ്പയിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥിരാകേന്ദ്രത്തിൻ്റെ ഒരു വലിയ സിരയാണ് ഈ കോഴിത്തോട്. ആ കോഴിത്തോട് ബ്ലോക്ക് ചെയ്തതോടുകൂടി വെള്ളം അതിനിപ്പുറത്തുള്ള ആറന്മുള പുഞ്ച മുഴുവൻ വെള്ളം കെട്ടി നിന്നു. അതുകൊണ്ട് 2 വർഷം കൃഷി ഇവിടെ നടക്കാതെ താണപ്രദേശങ്ങളിൽ കൃഷി നടക്കാതെയായി. അങ്ങനെ കൃഷി നിന്നിരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് ഒരാൾ വന്ന് കൃഷി ഏതായാലും ലാഭകരമല്ലാതായിരിക്കുമ്പോൾ നമുക്കിവിടെ മത്സ്യകൃഷി നടത്താം എന്ന് പറഞ്ഞ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭൂമി പല വയലും നിസ്സാരമായ വിലയ്ക്ക് വാങ്ങിച്ചത്. അങ്ങനെ സ്ഥലമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് ഇതിൻ്റെ മട്ടും ഭാവവും എല്ലാം മാറി. അദ്ദേഹം അവിടെ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാൻ എന്ന ഉദ്ദേശത്തിലാണ് എന്ന രീതിയിൽ വളരെ പെട്ടെന്ന് അതിനോട് തൊട്ടടുത്തുള്ള വലിയൊരു റബ്ബർ നിൽക്കുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഒരു മല വാങ്ങിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ കുറേ JCB കൊണ്ടുവന്ന് ഈ മണ്ണ് മുഴുവൻ പതുക്കെ അടിച്ചിറക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് ഈ വയൽ നികത്താൻ തുടങ്ങി. ഇത് നികത്തുമ്പോൾ പക്ഷേ വളരെ കണ്ണിങ്ങായി ഒരു കാര്യം ചെയ്തു. ആദ്യം ചെയ്തത് ഈ തോട് നികത്തലാണ്. ആ ഭാഗത്തെ തോടാണ് ആദ്യം അയാൾ മൂടിയത്.
അങ്ങനെ മൂടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുക. അപ്പോൾ വേനൽക്കാലത്തായിരുന്നുകൊണ്ട് ആ സമയത്ത് വെള്ളം കെട്ടി നിൽക്കില്ല, വെള്ളം ഇങ്ങോട്ട് ഇതിനകത്തേക്ക് കയറാതെയും ഇരിക്കാനുള്ള സൗകര്യമായി. പല പ്രാവശ്യം നികത്തുകയും കർഷകർ പലരും സമരം നടത്തുകയും ഒക്കെയായി പലപ്പോഴും ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരുന്നിട്ട് ഏതാണ്ട് 2-3 വർഷക്കാലം ഇത് തുടർച്ചയായി നടക്കുകയും ഇതിനിടയ്ക്ക് ഒരു 6-7 പ്രാവശ്യം നിരോധന ഉത്തരവുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിരോധന ഉത്തരവ് വരുമ്പോൾ 1 മാസം നിർത്തിവെക്കും, വീണ്ടും അത് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ തുടങ്ങും. അന്നും നാട്ടുകാർ എതിർത്തിരുന്നു, കർഷകർ എതിർത്തിരുന്നു, നിരോധന ഉത്തരവുകളുണ്ടായിരുന്നു. പക്ഷേ അധികാരവും പണവും ഉപയോഗിച്ച് എന്നിട്ട് ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് 2007 വരെ തുടർന്നു. 2007 ഇത് തുടർന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. ഇത് ആ ഗവൺമെൻറ്റാണ് ചെയ്തത്, ഈ ഗവൺമെൻറ്റാണ് ചെയ്തതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 2 ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഒരുപോലെ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും അയാൾക്ക് ഇവിടെ ഒരു വിമാനത്താവളം ഉണ്ടാക്കലിന് നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഒരു എയർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിൻ്റെ ഒരു ഭാഗത്തിന് ഒരു ഗ്രൂപ്പിന് അത് എതിർപ്പില്ലായിരുന്നു. കാര്യം കൂടി വന്നാൽ 1 കിലോമീറ്റർ മതി. ആ 1 കിലോമീറ്റർ ഇപ്പോൾ അവർ നികത്തി കഴിഞ്ഞു. ഇതിനൊക്കെ സർക്കാരിൽ നിന്ന് പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ അയാൾ അപ്ലൈ ചെയ്തത് വേണ്ട രീതിയിൽ തന്നെ ഗതാഗത വകുപ്പിനാണ് അപേക്ഷ കൊടുത്തത്. പക്ഷേ ഇത് കഴിഞ്ഞേച്ച് അവിടെ നിന്ന് അതിന് സാങ്ഷൻ കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ ഇത് വേറൊരു ഗ്രൂപ്പ് വന്ന് അവർക്ക് വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇവർ തമ്മിലൊരു നെഗോഷിയേഷൻ ഉണ്ടായി. അതിൽ കലമണ്ണിൽ ഏബ്രഹാം എന്നൊരാളാണ് ഈ നേരത്തെ ഈ പറഞ്ഞ കൈക്രിയകളെല്ലാം ചെയ്തത്. ആ ആൾ ചെന്നൈ ബേസ് ചെയ്ത് KGS എന്നൊരു ഗ്രൂപ്പ്, അതായത് KGS എന്ന് പറയുന്നത് കുമരൻ, ജിജി, ഷൺമുഖം എന്ന 3 പേരാണ്. ഇതിൽ കുമരൻ എന്നയാൾ അവിടെ തമിഴ്നാടിൻ്റെ രാജ്യസഭാ മെമ്പർ ആയിരുന്നു. ഷൺമുഖം ഇപ്പോഴാണ്, അതോ തിരിച്ചോ, ഇവർ 2 പേരിൽ ഒരാൾ ഇപ്പോഴുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു പണച്ചാക്ക് ഗ്രൂപ്പിന് വേണ്ടി ഒരു നെഗോഷിയേഷൻ നടന്ന് ഈ വസ്തു ഇത്രയും സ്ഥലം അവരുടെ പേർക്ക് വിറ്റു. അയാളുടെ പേരിലുണ്ടായിരുന്ന മുഴുവൻ സ്ഥലങ്ങളും വിൽക്കാൻ കരാർ എഴുതി. അത്രയും വന്നിട്ട് അവരായിട്ട് ഇത് ഏറ്റെടുത്ത്, അവർക്കുള്ള പിടിപാടിൻ്റെ പേരിൽ അവരായിട്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് അവർ ഗതാഗത വകുപ്പിന് തന്നെ വീണ്ടും അപേക്ഷ കൊടുത്തു. ഇത് 2010 ഇത് 2-3 പ്രാവശ്യം ഗതാഗത വകുപ്പിന് ആവർത്തിച്ച് കൊടുത്തതെല്ലാം അവർ നിഷേധിക്കുകയും ഇതിൻ്റെ മേൽ അന്വേഷണം നടത്തണം എന്ന് അവരൊരു സജഷൻ എഴുതി വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഗതാഗത വകുപ്പ് വഴി ഇത് നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ കേരള വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന T. ബാലകൃഷ്ണൻ, നമ്മളുടെ പഴയ മന്ത്രി ബാലകൃഷ്ണപിള്ളയുടെ മരുമകൻ T. ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പഴയ അപേക്ഷയുടെ ഒരു കോപ്പി അതുപോലെ കൊണ്ടുവന്ന് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുന്നു. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും വിമാനത്താവളവുമായി യാതൊരു ബന്ധവുമില്ല. അത് ഗതാഗത വകുപ്പിൻ്റേത് മാത്രമാണ്, ഇതൊരു വ്യവസായമല്ല. പക്ഷേ പറഞ്ഞു തീരും മുമ്പ് ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ മുഴുവൻ സാങ്ഷൻ ഈ വ്യവസായ വകുപ്പുകാർ എടുത്തു കൊടുത്തു. ഇത് ക്യാബിനറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നിടത്ത് വരെ മാനിപ്പുലേഷൻസ് വേണ്ടിടത്തോളം നടന്നിട്ടുള്ളതിൻ്റെ തെളിവുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിജിലൻസ് കേസ് കൊടുത്തിരിക്കുന്നിടത്ത് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലുള്ള അന്വേഷണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കോടതി വഴി തടയുകയും കോടതി വീണ്ടും കഴമ്പുള്ളതാണെന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടിടത്തോളം വലിയ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ നിലം നികത്താനോ അല്ലെങ്കിൽ ഭൂമി കൂടുതൽ കൈവച്ചേക്കാനോ ഇതിനൊന്നുമുള്ള സൗകര്യമോ നിയമമോ നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവസാനം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് തന്നെ ഒരു സജഷൻ പറഞ്ഞു. അതിനുള്ള ഏറ്റവും നല്ലൊരു പോംവഴി ഏകജാലക സംവിധാനവും വ്യവസായ മേഖലാ പ്രഖ്യാപനവുമാണ് എന്ന്. 9 ദിവസത്തിനകം 9 ദിവസം കൊണ്ട് 9-ാം ദിവസം 1964 സർവേ നമ്പറുകൾ ഒന്നിച്ച് ചേർത്ത് ഒരു പേപ്പർ ഇവർ സബ്മിറ്റ് ചെയ്യുന്നു, കുറേ നമ്പറുകൾ കൊടുക്കുന്നു. അതത്രയും ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് ഇൻഡസ്ട്രിയൽ ഏരിയയായി പ്രഖ്യാപിക്കുന്നു. ഇത് 100% നിയമവിരുദ്ധമാണ്. കാര്യം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയായി പ്രഖ്യാപിക്കണമെങ്കിൽ അത് നിലവിൽ ഒരു സ്ഥലത്ത് നിലവിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിക്ക് ഉള്ള വികസനത്തിന് വേണ്ടിയാണ് വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിക്കേണ്ടത്, ഏകജാലക സംവിധാനം കൊണ്ടുവരേണ്ടത്. അതിന് പകരം ഈ ഏകജാലക സംവിധാനം ഉപയോഗിച്ചാണ് മറ്റ് മുഴുവൻ സാങ്ഷൻസും ഇവർ വാങ്ങിച്ചിരിക്കുന്നത്. അത് 1000 പ്രാവശ്യം ആ ഒരൊറ്റ പ്രഖ്യാപനത്തിൻ്റെ പേരിലാണ് ഇത്രയും നിയമവിരുദ്ധമായ മറ്റു കാര്യങ്ങൾ നടത്തിയത്. ഇലക്ഷൻ്റെ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപ് മാർച്ച് 2011 ഫെബ്രുവരി 24-ാം തീയതിയാണ് ആ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് 1-ാം തീയതി സ്പെഷ്യൽ ഗസറ്റായിട്ട് ഇത് പുറത്തു വരികയും ചെയ്തു. സ്പെഷ്യൽ ഗസറ്റ് ആയതുകൊണ്ട് ഇത് പലരും കാണാൻ അവസരവും ഉണ്ടായില്ല. സാധാരണക്കാരനെ പെട്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്നൊരു കാര്യമുണ്ടാവും, കൃഷിയില്ലാതെ കിടക്കുന്ന നിലമല്ലേ, പിന്നെ ഇതിനാ. പക്ഷേ നിലം എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടി മാത്രമല്ല, ഇതൊരു ജലസംഭരണിയാണ്. നാടിന് വെള്ളം തരുന്നതാണ്, ജലം പിടിച്ചു നിർത്തുന്നത് ഈ വയലാണ്. ഈ വയൽ എന്ന് പറയുന്ന ഒരു റിസർവോയറിൻ്റെ ഏരിയയുണ്ട്. 700 ഏക്കർ സ്ഥലമാണ് ഈ വയലായിട്ട് കിടക്കുന്നത്. അവിടുത്തെ ഏറ്റവും വളരെ രസകരമായൊരു കാര്യമുള്ളത്,
കൃഷിക്ക് വേണ്ടി പലപ്പോഴും വെള്ളത്തെ നിയന്ത്രിച്ച്, അതായത് ആവശ്യാനുസരണം ഇത് പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയും പമ്പയിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെഗുലേറ്ററി ആയിട്ടാണ് ഇത് ഈ പുഞ്ചപ്പാടം ഈ തോടുമെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിൻ്റ് ഉള്ളത്, മഴക്കാലത്ത് ഇവരിത് ചെയ്തിരിക്കുന്നത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം മൂടിയത് ഈ തോടാണ്. അതോടെ ആറന്മുള പുഞ്ചയിലേക്കുള്ള മുഴുവൻ വെള്ളത്തിൻ്റെ നീക്കവും തടയപ്പെട്ടു. അപ്പോൾ ഈ പുഞ്ചയിലേക്ക്, ഈ പുഞ്ചപ്പാടങ്ങളിലേക്ക് വെള്ളം കയറുക എന്നൊരു സ്ഥിതി ഇല്ലാതെയായി മഴക്കാലത്ത്. അതുപോലെ തന്നെ അവിടുന്ന് വെള്ളം തിരിച്ചിറങ്ങി പോവുകയും ചെയ്യാതെയായി. ഇവിടെ മഴക്കാലങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, പണ്ടൊക്കെ പമ്പയിൽ വർഷത്തിൽ 2 or 3 പ്രാവശ്യം വെള്ളം പൊങ്ങും. ഇപ്പോൾ അതില്ല, ഡാം വന്നതിന് ശേഷം. പക്ഷേ എന്നാൽ പോലും വളരെ യാദൃശ്യമായെങ്കിലും 2 or 3 വർഷത്തിലൊരിക്കലെങ്കിലും ഈ വെള്ളപ്പൊക്കം ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നദിയിലൂടി പെട്ടെന്ന് ഉരുളുപൊട്ടിയും മറ്റും വെള്ളം, ഒരു ഡാം തുറന്നു വിട്ടതുപോലെ പെട്ടെന്ന് നദിയിലൂടെ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ഈ വെള്ളം മുഴുവൻ ഈ തോട് വഴി വന്ന് ഇതിൻ്റെ ഒരു റിസർവോയർ പോലെ ഇത് ഈ ഏരിയയുടെ മുഴുവൻ മാപ്പാണ്. ഇതിൻ്റെ ഒരു സാറ്റലൈറ്റ് മാപ്പാണിത്. ഇവിടെ ഇതാണ് ആറന്മുള ക്ഷേത്രം. ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഇവിടുന്ന് ഇങ്ങനെയാണ് ഒരു തോട് വരുന്നത്, ഇവിടുന്ന് മറ്റൊരു തോട് വരുന്നുണ്ട്, ഈ ഭാഗത്തുനിന്ന് വേറൊരു തോടും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഏരിയയിലേക്കുള്ള ഇവിടുന്ന് ഇങ്ങനെ ഒരു തോട് പോകുന്നുണ്ട്. ഇതാണ് പമ്പാ നദിയിലേക്ക് പോകുന്ന കോഴിത്തോട്. ഇത് മുഴുവൻ ഈ ഏരിയയിലുള്ള മലകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ പല വഴിക്കും കൂടി വന്ന് ഈ വയൽ വഴിയും അല്ലാത്തപ്പോഴും ഈ തോട് വഴിയുമായിട്ട് വന്ന് ഈ തോടെയാണ് ഇങ്ങനെ പോവുക. ഇവിടെ ഇത് കോഴഞ്ചേരി ആറന്മുള പന്തളം റോഡാണ്. പന്തളം റോഡിൽ ഇവിടെ നാക്കാലിക്കൽ എന്ന സ്ഥലത്തെ പാലത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ തോട് നികത്തൽ വരികയും ഗതാഗതത്തിന് വേണ്ടി തോട് കഷ്ടിച്ചൊരു വെറും പൈപ്പ് മാത്രം ഇട്ടോട്ട് ചെയ്യുകയും ഈ വെള്ളം മുഴുവൻ തടയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തുടക്കം അവിടെയാണ്. ഇവിടെ ഇത് ചെങ്ങന്നൂർക്കുള്ള റോഡാണ്. ഈ റോഡ് ഇങ്ങനെ ഇതാണ് പമ്പാ നദി. ഈ പമ്പാ നദി ഇങ്ങനെ വന്ന് ഇത് വളരെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരിടത്താണ് ഈ കോഴിത്തോട് വന്ന് ചേരുന്നത്. ഇതിൽ പമ്പയിൽ പെട്ടെന്ന് വെള്ളം ഉയരുമ്പോൾ ഈ കോഴിത്തോട് വഴി മുകളിലേക്ക് ഒഴുകും വെള്ളം. വളരെ ശക്തമായി, വളരെ വേഗത്തിൽ തന്നെ വെള്ളം ഇങ്ങോട്ട് ഒഴുകിയിട്ട് ഈ കാണുന്ന ഏരിയയിൽ മുഴുവൻ വെള്ളം നിറയും. ഇത്രയും വെള്ളം ശരിക്കും പറഞ്ഞാൽ ഒരു ഡാമിൻ്റെ റിസർവോയറിനകത്ത് പിടിച്ചു നിർത്തുന്ന പോലത്തെ വലിയൊരു ക്വാണ്ടിറ്റി ജലം മുഴുവൻ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. ഈ വെള്ളം മുഴുവൻ ഇത്രയും ഇങ്ങോട്ട് ഭാഗിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് പിന്നെ പോകാൻ അതിന് ശേഷമുള്ള വെള്ളമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പക്ഷേ വേറെയും പലയിടത്തും പമ്പാ നദിയുടെ താഴെയുള്ള ചില സ്ഥലങ്ങളിലും കൂടി ഇങ്ങനെ റിസർവോയറിലേക്ക് വരും. പക്ഷേ ഈ ഇത്രയും ഏരിയയിനകത്തെ ഏറ്റവും വലിയ ഏരിയയായിട്ട് വെള്ളം സംഭരിച്ച് നിർത്തുന്നത് ആറന്മുള പുഞ്ചയും കടങ്ങന്നൂർ പുഞ്ചയും ഈ കരിമാരം പുഞ്ചയും എലന്തൂർ ഭാഗവും ഇവിടെ ഉള്ള ഇടത്താണ് വെള്ളം ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്ത് നിർത്തുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ പാടങ്ങളും നികത്തപ്പെടും. ഇപ്പം ഇത് 500 ഏക്കർ എന്ന് പറയുന്നത്, ഇതിൻ്റെ വികസനം ഇനി 2ാം ഘട്ടം 3ാം ഘട്ടം 4ാം ഘട്ടം എന്ന് വരികയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യർ തന്നെ മറ്റുള്ളവർക്കും നികത്തേണ്ടി വരികയും ചെയ്തു വരുമ്പോൾ ഈ ആറന്മുളയുമായി ബന്ധപ്പെട്ട മുഴുവൻ 1000-1200 ഏക്കറോളം പുഞ്ചപ്പാടം മുഴുവൻ നികത്തുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. ജനങ്ങളുടെ എണ്ണം 1, 2 ആകുക, 2, 4 ആകുക, 4, 8 ആകുക, 8, 16 ആകുക, ഈ കണക്കിൽ ഇങ്ങനെ പോകും. 8, 16 ആകുകയുമല്ലോ, 4, 16 ആകുക. ഈ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി വലുതാകുന്നുമില്ല. ഇവിടെ കൃഷി അവസാനിക്കുന്നു. കൃഷി അവസാനിക്കുകയും പക്ഷേ ഒരു 2 തലമുറ കഴിഞ്ഞാൽ കൃഷി ചെയ്തേ മതിയാകൂ എന്ന് കൃഷി ചെയ്യാൻ മനുഷ്യർ നിർബന്ധിതരാവും, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട സ്ഥിതി വരും. ഇപ്പോൾ ആന്ധ്രാക്കാരോ തമിഴ്നാടുകാരോ അരി തരുന്നത്, കർണാടകക്കാരോ അരി തരുന്നത് ഇപ്പം തന്നെ പതുക്കെ അവരതിന് കടുപ്പം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനി നിലയ്ക്കും. ഇത് നിലച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ആഹാരം നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതി വരുന്നു. എൻ്റെ ഒരു 2ാം തലമുറയ്ക്കെങ്കിലും അവരതിന് നിർബന്ധിതരാവും എന്ന ബോധം എനിക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കൃഷി ചെയ്യാൻ ഇവർ നിർബന്ധിതരായി കഴിഞ്ഞാൽ ഇന്നിപ്പം കൃഷി ചെയ്യാൻ മടിക്കുന്ന മനുഷ്യർക്ക് പകരം എന്ത് നഷ്ടമുണ്ടായാലും കൃഷി ചെയ്തേ പറ്റൂ എന്ന് വരുമ്പോൾ അതിന് നിലമുണ്ടാവണം എന്നൊരാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ നിലം നിലനിർത്തേണ്ടിയിരിക്കുന്നത്. ഇത് നമ്മളാരുമല്ല ഉണ്ടാക്കിയത്. നമ്മളുടെ പൂർവികന്മാർ നമ്മളുടെ ഇത് കാത്തു സൂക്ഷിച്ച് തന്നതുകൊണ്ടാണ് നമുക്കിന്ന് ഇതിങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നത്. ആ ഒരു സ്ഥിതിയിൽ നമ്മളുടെ വരുന്ന തലമുറയ്ക്ക് കൃഷി ചെയ്യേണ്ടി വരുമ്പോൾ അവർക്കിത് കൃഷി ചെയ്യാനുള്ള ഭൂമി ഇല്ലാതെ വരരുത് എന്ന നിർബന്ധം കൊണ്ടാണ് ഞാനിതിന് പുറകെ ഇറങ്ങിത്തിരിക്കുന്നത്.
ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര കൊടിമരത്തിന്റെ ഉയരം 6 മീറ്ററോളം കൂടുതലായതിനാൽ റൺവേയുടെ ദിശ മാറ്റണമെന്നും കൊടിമരത്തിന്റെ മുകളിൽ ചുവന്ന ലൈറ്റ് സ്ഥാപിക്കണമെന്നുമുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഈ നാട്ടിൽ ഇന്ന് തലമുറകളായോളമായി കൈമാറിപ്പോന്നിരിക്കുന്ന ഈ വിശ്വാസ സങ്കല്പങ്ങളും മൂല്യങ്ങളും ഈ പ്രകൃതിയും ഒക്കെ തന്നെ നിലനിർത്തി അടുത്ത തലമുറയ്ക്ക് യാതൊരു കേടും കൂടാതെ കൈമാറിക്കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആറന്മുളയുടെ തനിമ നിലനിർത്തണം. വിമാനത്താവള നിർമ്മാണത്തിലൂടെ സംഭവിക്കുന്നത് ഈ നാടിൻ്റെ സമൂലമായ നാശമാണ്. അതുകൊണ്ട് വിമാനത്താവള പദ്ധതി വാസ്തവത്തിൽ പൈതൃകത്തിൻ്റെ ശ്മശാന ഭൂമിയാക്കി ഈ നാടിനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും 93 കിലോമീറ്ററും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 95 കിലോമീറ്ററും മാത്രമാണ് ആറന്മുളയിലെ നിർദ്ദിഷ്ട വിമാനത്താവളത്തിലേക്കുള്ള ആകാശദൂരം. ആറന്മുള വിമാനത്താവളത്തിന്റെ ആവശ്യകതയും പ്രസക്തിയും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആറന്മുളയുടെ പൈതൃകത്തിനും പ്രകൃതിക്കും കൃഷിക്കുമെതിരായി നടന്ന ഈ കടന്നാക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ആറന്മുളക്കാരുടെ ശ്രമങ്ങൾക്ക് ശക്തമായ പിന്തുണയുമായി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവരും അണിനിരന്നു കഴിഞ്ഞു. വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആറന്മുള വിമാനത്താവള വിരുദ്ധ ഏകോപന സമിതിയുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 2014 ഫെബ്രുവരി 10 ആരംഭിച്ചു. KGS കമ്പനിയുടെ മുൻപിൽ കെട്ടിയുണ്ടാക്കിയ സമരപ്പന്തലിൽ ആറന്മുളയുടെ പ്രിയപുത്രി പത്മശ്രീ സുഗതകുമാരിയാണ് സത്യാഗ്രഹ സമരത്തിന് തിരികൊളുത്തിയത്. ആറന്മുള വിമാനത്താവളത്തിനെതിരായ അന്ത്യസമര സത്യാഗ്രഹത്തിന് ആരംഭം കുറിക്കുകയാണ്. ഇത് എത്ര കഠിനമായാലും എത്ര കാലം നീണ്ടു നിന്നാലും വിമാനത്താവളം ഇവിടെ നടത്തുകയില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വരുന്നതുവരെ ഈ സമരം തുടരും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതത്തിന്റെ നാനാ തുറകളിലുമുള്ള പ്രമുഖ വ്യക്തികളും ഈ സമരത്തിന്റെ ഭാഗമായി തീർന്നു. നിയമ പോരാട്ടവും ഇതോടൊപ്പം നടക്കുന്നുണ്ടായിരുന്നു. കേരള ഹൈക്കോടതിയിലും വിജിലൻസിലും ചെന്നൈയിലെ ദേശീയ ഹരിത ട്രൈബ്യൂണലിലുമായി നിരവധി കേസുകൾ ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരായി ഇപ്പോൾ നിലവിലുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതാണ്. ആറന്മുള ഒരു പ്രതീകമാണ്. എന്തായിരുന്നു കേരളം, ഇന്ന് എന്താണ്, നാളെ എന്താകണം, ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ആറന്മുള എത്തിയാൽ നിങ്ങൾക്ക് കിട്ടും. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നായിരുന്നു ആറന്മുള. ഏറ്റവും ഫലഭൂയിഷ്ഠമായ പമ്പാതീരം, അനന്തമായ നെൽപ്പാടങ്ങളുണ്ടായിരുന്നു, തണ്ണീർത്തടങ്ങളുണ്ടായിരുന്നു, മനോഹരമായിരുന്നു ഞങ്ങളുടെ നദി. അവിടെ കാർഷിക സംസ്കാരത്തിൻ്റെ പൂർണ്ണമായ ഐശ്വര്യം നിലനിന്നിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്. ഏത് പാവപ്പെട്ടവൻ്റെയും മുറ്റത്ത് നെൽക്കൂമ്പാരങ്ങളും വൈക്കോൽത്തൂറും പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. കൊച്ചു കൊച്ചു പുരയിടങ്ങൾ മുഴുവൻ പച്ചക്കറി കൃഷി, നിറയെ മാവും പ്ലാവും, ഈ മാമ്പഴം പറക്കാൻ ഓടിയെത്തുന്ന കുട്ടികളുടെ ബഹളങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഈ പാസ്റ്റ് ടെൻസിൽ ഭൂതകാലത്തിൽ പറയേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് ആറന്മുള ഒരു തീച്ചൂള പോലെ പൊള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഈ വിധത്തിലുള്ള വികസനം ഇനി ആവശ്യമില്ല. ഇവിടെ അതിമനോഹരമായ ഒരു കാർഷിക സംസ്കൃതി നിലനിന്നിരുന്നു. അത് മുഴുവനും ഇപ്പോൾ ഏതാണ്ട് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ട് പമ്പാതീരം മുഴുവൻ കോൺക്രീറ്റ് ഇട്ട് മിനുക്കി ആ മണ്ണിനെയും വെള്ളത്തെയും അവിടുത്തെ സർവ്വത്തിനെയും ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് അവിടെ ഒരു വിമാനത്താവളം വരേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം വിമാനത്താവളങ്ങളുണ്ട്. എല്ലാം അണ്ടർ യൂട്ടിലൈസ്ഡാണ്. അപ്പോൾ ഇനിയും എത്രയോ വികസിപ്പിക്കാൻ സാധിക്കുന്നവയുണ്ട്. എന്നാൽ വലിയൊരു വിമാനത്താവളം ഇനി കണ്ണൂർ ഉയരുന്നുണ്ട്. ഈ 600 കിലോമീറ്റർ വിസ്തൃതി മാത്രമുള്ള കൊച്ചു രാജ്യത്ത് ആർക്കു വേണ്ടിയാണ് ഇത്രയേറെ വിമാനത്താവളങ്ങൾ? മനസ്സിലാകുന്നില്ല. ഇവിടെ വേണ്ടത് അന്നവും വെള്ളവുമാണ്. അന്നവും വെള്ളവും മുടിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അധികൃതരോട് പറയാനുള്ളത്, രാഷ്ട്രീയ പാർട്ടികളോട് പറയാറുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്.
ആ ഒരു മുദ്രാവാക്യമാണ് ഇന്ന് ആറന്മുള നിന്ന് ഉയരുന്നത്. ഇത് കേരളത്തിന് വേണ്ടി മുഴുവൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഭൂമിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അന്നവും വെള്ളവും മുടിക്കരുത്. ആറന്മുളയെ പറ്റി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണും മനസ്സും നിറയും. ചില അത്ര മനോഹരമായൊരു പ്രദേശമായിരുന്നു. ഇനിയും ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ കൊയ്ത്തുപാട്ടുകളും തേക്ക് പാട്ടുകളും വീണ്ടും ഉയരണം. ഇപ്പോൾ കഷ്ടിച്ച് വള്ളംകളിയൊക്കെ മാത്രമുണ്ട്. വള്ളപ്പാട്ടും ഭക്തി നിർഭരമായ മനോഹരമായ അന്തരീക്ഷത്തിലുള്ള വള്ളം തുഴഞ്ഞു വരവും മുത്തക്കുടകളും അതിൻ്റെയൊക്കെ ചോട്ടിൽ ഏതോ ഒരു വള്ളത്തിൽ ഒരു മുത്തക്കുടയുടെ കീഴിൽ തിരുവാറവിളയപ്പൻ വേഷം മാറി വന്ന് നിൽക്കുമെന്നാണ് കഥ. ഭഗവാൻ അവിടെ സദ്യ വിളമ്പുമ്പോൾ ഇലയിട്ട് പ്രത്യേകിച്ച് വിളമ്പും. വന്നിരുന്ന് ഉണ്ടാട്ടെ ഞങ്ങളോടൊപ്പം എന്ന് ക്ഷണിക്കും. അങ്ങനെയുള്ള നിഷ്കളങ്കമായ ഒരു ഗ്രാമീണ ഭക്തി ഉണ്ടായിരുന്ന നാടാണ്. നശിപ്പിക്കരുത്. ഞങ്ങൾക്ക് വിമാനത്താവളം വേണ്ട, ഞങ്ങൾക്ക് അവിടെ വലിയ റിസോർട്ടുകൾ വേണ്ട, ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഹോട്ടലുകളും ആ വിധത്തിലുള്ള ബഹളങ്ങളും ഞങ്ങൾക്കവിടെ വേണ്ട. ഞങ്ങൾക്കവിടെ മര്യാദയായി ജീവിക്കുന്ന സാധാരണക്കാരുടേതായ ഒരു നാടായി ആറന്മുളയെ പരിപാലിക്കണം. അവർക്ക് കൃഷി വേണം. അവർക്ക് കൃഷിയിൽ നിന്ന് തന്നെ അവർക്ക് ആദായം ഉണ്ടാക്കാൻ സാധിക്കും. ആ തരിച്ചു കിടക്കുന്ന വിശാലമായ നെൽപ്പാടങ്ങളെല്ലാം പുനരുജ്ജീവിപ്പിക്കണം. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട്. ഞാനവിടെ പോയി നോക്കി നിന്നു. ഇത് തണ്ണീർത്തടമല്ല എന്ന് എഴുതി കൊടുക്കാൻ ധൈര്യപ്പെട്ട ഒരു ഗവൺമെൻറ് ഇവിടെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ വലിയ നീർക്കെട്ടുകളിൽ വലിയ വലിയ ജലാശയങ്ങൾ പോലെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇവിടെ താമര നട്ടുകൂടെ? വലിയ താമരക്കുളങ്ങളാക്കാമല്ലോ, ഇതിങ്ങനെ കിടക്കണ്ട, നിറയെ താമര നട്ടോളൂ. അതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ കച്ചവടവും നടക്കും, ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂക്കളും കിട്ടും. വിധി വരട്ടെ, കോടതിയുടെ വിധി വരട്ടെ എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ നീതി പ്രതീക്ഷിച്ച്, ഈ മണ്ണിനോടുള്ള നീതിയും കാരുണ്യവും പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. അത് വിധി എന്തായാലും ശരി. ആറന്മുളയുടെ മുഖഛായ മാറ്റാൻ, പൂർണ്ണമായി മാറ്റിമറിക്കാൻ, അതിനെ പരിഷ്കരിപ്പിച്ച് കുറച്ച് പണക്കാർക്ക് അവരുടെ വിനോദ കേന്ദ്രമാക്കി മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞങ്ങൾക്ക് പ്രാണനുള്ളിടത്തോളം കാലം ഈ പോരാട്ടം തുടരും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ദക്ഷിണ മേഖലാ ബെഞ്ച് 2014 മെയ് മാസം 28 പ്രഖ്യാപിച്ച സുപ്രധാന വിധിയിലൂടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആറന്മുള വിമാനത്താവളത്തിന് 2013 നവംബർ 18 നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കുകയുണ്ടായി. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് പദ്ധതിയുടെ നടത്തിപ്പുകാരായ KGS ഗ്രൂപ്പിന് ട്രൈബ്യൂണൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതുവരെ നടന്ന നിയമലംഘനങ്ങൾക്കെതിരെ അധികൃതർക്കുള്ള ഒരു താക്കീത് കൂടിയായിരുന്നു ഈ വിധി. കഴിഞ്ഞ 10 വർഷമായി മണ്ണിനും വെള്ളത്തിനും അന്നത്തിനും പ്രകൃതിക്കും വേണ്ടി ആറന്മുളക്കാർ നടത്തിവന്നിരുന്ന പോരാട്ടങ്ങളാണ് ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് 108 ദിവസമായി നടന്നു വന്നിരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഈ ഉത്തരവ് കൊണ്ടു മാത്രം വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കപ്പെടണമെന്നില്ല എന്ന വ്യക്തമായ തിരിച്ചറിവും ആറന്മുളക്കാർക്കുണ്ട്. പദ്ധതിയുടെ നടത്തിപ്പുകാരും അധികാര കേന്ദ്രങ്ങളും ശ്രമങ്ങൾ തുടരുമെന്നതിനാൽ 2014 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ആറന്മുളയിൽ കൂടിയ പരിസ്ഥിതി കൂട്ടായ്മയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടി ഞങ്ങൾ കഠിന യത്നം നടത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. 1 ഇഞ്ച് നെൽവയൽ പോലും ഇനി നികത്തുവാൻ പാടില്ല. ഞങ്ങളുടെ കുന്നുകളിടിച്ച് നികത്തുവാൻ പാടില്ല. തണ്ണീർത്തടങ്ങൾ നികത്തുവാൻ പാടില്ല. അവയെ സംരക്ഷിക്കും എന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിന്റെ അഭിമാനമായിരുന്ന നെൽകൃഷിയും മറ്റ് കൃഷികളും പുനരുജ്ജീവിപ്പിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. സംസ്ഥാനത്തെ വലുതും ചെറുതുമായ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരോടൊപ്പം ഒരു വേദിയിൽ അണിനിരന്ന് ആറന്മുളയിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ കഠിന പ്രയത്നം നടത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തത് ഒരു ശുഭലക്ഷണം തന്നെയാണ്. തീർച്ചയായും ഈ കൂട്ടായ്മ എക്കാലവും നിലനിൽക്കണം.
എന്തിനെന്നാൽ ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കാൻ, ആറന്മുളയിലെ നീർത്തട വ്യവസ്ഥയെ സംരക്ഷിക്കാൻ, മലകളെ സംരക്ഷിക്കാൻ, നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാൻ ഒരുപാട് ദൂരം നമുക്കൊരുമിച്ച് തുഴയേണ്ടതുണ്ട്. പത്തുദിക്കും തങ്കലാക്കി, പത്തുദിക്കും തങ്കലാക്കി, ചിരപുരാതനമൊരു ഹരിത സംസ്കൃതിയുടെ ചിഗുരഭാരമലസമുലയുന്നതാണീ പ്രകൃതി. എത്രമേൽ വെട്ടും കിളയുമേറ്റാലുമൊരു പുത്തൻ വധുവായി പുനർജനിക്കും മണ്ണ്. വിത്തുമുളച്ച് നെൽത്തൈകൾ തുള്ളുന്നതും കാർത്തികരാവിൽ കതിരു വരുന്നതും പൊൻവെയിൽ മൂപ്പിച്ച കതിര് പൊന്നാവതും ഇന്നുമൊരു വിസ്മയം. ഞങ്ങൾക്ക് ഭൂമിയിലുണ്ടാം സ്വർഗമെന്നാകിലതീ മണ്ണ്. ആറുമീ കോവിലും പള്ളിയോളം തുഴയും 1000 കൈകളിലെയാ ചടുലതാളവും, മുകളിൽ പറക്കുന്ന കൃഷ്ണപ്പരുന്തിൻ്റെ ചിറകിൽ തുടിക്കുമനുഗ്രഹത്താളവും, സന്മനസ്സുള്ളോർക്ക് ശാന്തി നേരുന്നൊരു സങ്കീർത്തനങ്ങളും, ഇവയ്ക്കൊക്കെ സാക്ഷി മണ്ണ്, ഇവയ്ക്കൊക്കെ സാക്ഷി മണ്ണ്. ഇതിൻ കന്യാവിശുദ്ധി കവരുവാൻ മുന്നോട്ടു വച്ച കാൽ പിൻവലിക്കൂ പോകൂ. ഇതിൻ കന്യാവിശുദ്ധി കവരുവാൻ മുന്നോട്ടു വച്ച കാൽ പിൻവലിക്കൂ പോകൂ.